ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ്ട് വിശേഷം? ഇത് നമ്മൾ അത്തമെറ്റിക് സീക്വൻസിലെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. പേജ് 15 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്. കാണാമല്ലോ അല്ലേ? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക അല്ലെ, ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, നമുക്ക് ഓരോന്നിൻ്റെയും ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. നമ്മൾ പറഞ്ഞു ഓൾജിബ്രായിക് എക്സ്പ്രഷന്റെ ഫോർമുല ഇത് നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കണം. xn is equal to an plus b where a is common difference അല്ലേ, ആൻഡ് b is equal to first term minus a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, നമുക്കിനി ആദ്യം ഒന്നാമത്തെ സീക്വൻസ് എഴുതിയിട്ട് വേണം ഇത് എഴുതാൻ. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഏതാ നമ്മുടെ ഓഡ് നമ്പേഴ്സ്? ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? സീക്വൻസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നിങ്ങൾ എഴുതുക, എക്സാം എഴുതുമ്പോൾ എന്നാ എഴുതും? ആദ്യം സീക്വൻസ് ഈസ് ഈക്വൽ ടു 1 അല്ലേ, 1 3 5 7 ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ അവിടെ സീക്വൻസ് എഴുതുവാണ്. xn is equal to a എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ്. എത്ര ഇവർ തമ്മിലുള്ള വ്യത്യാസം? 2 അല്ലേ? കോമൺ ഡിഫറൻസ് ആണ് എന്നെ 3 - 1 2 അല്ലെ, 5 - 3 അടുത്തടുത്ത ടേംസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് കോമൺ ഡിഫറൻസ്? 2. അപ്പം ആദ്യം എഴുതേണ്ടത് 2n, കോമൺ ഡിഫറൻസും എന്നും കൂടെ. ഇനി ഇത് പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് നോക്കണം. ബി എഴുതാൻ പാടാം. ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എത്രയാണ്? 1 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 2. മനസ്സിലായോ? ഇത് നോക്കിയേ, ഒരു പ്ലസും മൈനസും വന്നു. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ ചിഹ്നം 2 ന്ന് 1 പോകെ 1, എന്നിട്ട് ആറ് സൈൻ കൊടുക്കണം. -1 ആണ്. തെറ്റിപ്പോകരുത്. ഇവിടെ നമ്മളതൊക്കെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ചെയ്താൽ മാത്രമേ ഇവിടെ ആൻസർ ശരിയാകത്തുള്ളൂ. മനസ്സിലായോ? ഇതുണ്ട്, ഇത് +1 -2, പ്ലസ് മൈനസോടെ വന്ന് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുക. അറിയാമല്ലോ? അപ്പൊ എന്നാ വരും? -1. ഇതാണ് ഇതിന്റെ xn is equal to 2n - 1. മനസ്സിലായില്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? നമുക്ക് ബാക്കി 2 കൂടെ ചെയ്ത് 3 കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അടുത്തത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മളിത് ചെയ്ത് നോക്കുന്നുണ്ടോ? ഇതിന്റെ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് എക്സസൈസ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് നമ്പർ തന്നെ സീക്വൻസിലെ അങ്ങനെ വന്നാൽ റിമൈൻഡർ ആയിരിക്കും ആദ്യത്തെ സീക്വൻസിന്റെ ആദ്യത്തെ ഫസ്റ്റ് നമ്പർ, ഫസ്റ്റ് ടേം, അതായത് 1. പിന്നെ അടുത്തത് കണ്ടുപിടിക്കാൻ എന്നാ മതി? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനല്ലേ പറഞ്ഞേ? ആ 3 ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ 3 + 1 4, 4 + 3 7, 7 + 3 10. ഇതായിരിക്കും നമ്മുടെ സീക്വൻസ്. മനസ്സിലായല്ലോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടേം 1 ആയിരിക്കും. പിന്നെ അതിനോടുകൂടി നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ ആ 3 കൊണ്ട് അങ്ങ് ആഡ് ചെയ്ത് സീക്വൻസ് കിട്ടും. നമ്മുടെ ഫോർമുല xn, അതായത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ xn is equal to, അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ് കോമൺ ഡിഫറൻസ്. 3 വീതം കൂടി പോകുന്നു. അപ്പൊ 3യും പിന്നെ എന്നാ എഴുതണം? n എഴുതണം. പിന്നെ ഇനി b കണ്ടുപിടിക്കാം. മുമ്പത്തെ b ആണിത്. ഇപ്പൊ ഇനി b കണ്ടുപിടിക്കാൻ b is equal to ഫസ്റ്റ് ടേം എത്രയാണ്? 1. കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 3 -3. ഇവിടെ അതുപോലെ തന്നെ +1 -3, പ്ലസും മൈനസും വന്നാൽ മൈനസ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കണം, അല്ലെങ്കിൽ വലുതിന്റെ സൈൻ. അതങ്ങനെ പഠിച്ചാൽ മതി. സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. വലുതാരാ? ഇവിടെ 3 അല്ലേ? 3യുടെ സൈൻ എന്നാ? മൈനസ്. അപ്പൊ എത്ര വരും? -2. അപ്പം 3n - 2. ഇതായിരിക്കും നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. മനസ്സിലായല്ലോ? എന്നിട്ട് വേണം ഇങ്ങനെ എഴുതിയേക്കണം, വേർ n is equal to 1 2 3, അങ്ങനെ n 1 2 3 ആയിട്ട് പോകും കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ എഴുതാം. മൂന്നാമത്തെ എന്നാണ്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? നമുക്കറിയാമല്ലോ, നമ്മുടെ എണ്ണൽ സംഖ്യയിൽ ഏതൊക്കെയാണ്? 1 സീക്വൻസ് എന്ന് എഴുതണേ. 1 പിന്നെ ഏതാ? 11 21. ഇതല്ലേ 1ൽ അവസാനിക്കുന്ന സംഖ്യകൾ. 31 ഇങ്ങനെ പോകും. അപ്പൊ നമ്മുടെ
ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എക്സ് എൻ. ഇനി എ എൻ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇപ്പം നമ്മൾ വ്യത്യാസം 10 വിധം കൂടി പോകുന്നല്ലേ. അങ്ങനെ അറിയത്തില്ല ഉടനെ 11 മൈനസ് 1 ഉണ്ടോ 10. അതിന് തൊട്ടടുത്ത സംഖ്യകൾ 21 മൈനസ് 11 ഉണ്ടോ. കോമൺ ഡിഫറൻസ് കിട്ടും. ഇങ്ങനെയാണ് കോമൺ ഡിഫറൻസ്. അടുത്തടുത്തുള്ള സംഖ്യകൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അത് ഏത് ചെയ്താലും സെയിം ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എന്നാ എഴുതും 10 പിന്നെ n കൊടുക്കുക. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കണം. ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തു. കോമൺ ഡിഫറൻസ് 10 അല്ലേ. അപ്പോൾ ഇവിടെ +1 മൈനസ് 10. പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ആൻസർ 9 കിട്ടി. വലുത് 10 ആണ്. അതിൻ്റെ സൈൻ മൈനസ്. ഇവിടെ എന്നാ കൊടുക്കണം. സിമ്പിളാ. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ചോദിക്കും കേട്ടോ. എക്സാമിന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിരുന്നേ പറ്റത്തുള്ളൂ. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കാണാനുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. 4 സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1-ൽ സീക്വൻസ് 1-ൽ 6-ൽ എൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് 1, 6, 11, 16, 21, 26 ഇങ്ങനല്ല. 1-ൽ അല്ലെങ്കിൽ 6-ൽ അവസാനിക്കുന്ന സംഖ്യകൾ. 1-ൽ അവസാനിക്കുന്ന ആദ്യത്തെ സംഖ്യ 1, അടുത്തത് 6, പിന്നെ 11, 16 അങ്ങനെ പോകുമല്ലോ. ഇനി നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതിക്കേ. എക്സ് എൻ ഈസ് ഈക്വൽ. ഇവരുടെ വ്യത്യാസം എത്രയാ നമുക്ക് നോക്കാമല്ലോ. 6 മൈനസ് 1 എത്രയാ? 5 അല്ലെ. 11 മൈനസ് 6 എത്രയാ? 5. അപ്പം എത്രയാണ് കോമൺ ഡിഫറൻസ്? മനസ്സിലായോ കോമൺ ഡിഫറൻസ് കാണുന്നേ? അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. അപ്പം എത്രയാണ്? 5 അല്ലേ. 5n. ഓക്കെ, ഇനി ബി കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം എത്രയാണ്? 1-ൽ നിന്ന് കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 സബ്ട്രാക്ട് ചെയ്തു. 5-ൽ നിന്ന് 1 പോകാൻ 4, ഒരു പ്ലസും മൈനസോ വന്ന് എന്നിട്ട് വലുതിന്റെ സൈൻ 5 ആണ് വലുത്. അവരുടെ സൈൻ കൊടുത്തു -4. മനസ്സിലായോ മക്കളെ? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഇത്. വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം വീഡിയോ കാണുന്നത് തന്നെ ചെയ്യാൻ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ മക്കളെ, താങ്ക് യു.